ഞാൻ അവഹേളിച്ചു, എല്ലാ തെറ്റും എൻ്റെ മാത്രമാണ്. നാണമില്ലാതെ പല ആൾക്കാർക്കും വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്ത് കണ്ടോ നിങ്ങൾ കമന്റ് ചെയ്യും. ഹലോ ഗൈസ്, വെൽക്കം, വണക്കം. ഒരു സംഗീത വിദ്യാർത്ഥി എന്നുള്ള നിലയും കല എന്ന് പറയുന്ന ഒരു മേഖലയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ ദാസേട്ടൻ പറയുന്നത് സംഗീതത്തിന്റെ മുമ്പിൽ ഞാനൊരു കൊച്ചുകുട്ടിയാണ്, എനിക്കിന്നും അതിനകത്തൊന്നും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. അത്രയും വലിയ ഗായകൻ അത് പറയുമ്പോൾ നമ്മളൊക്കെ ചിന്തിക്കും, അപ്പോൾ ഇനിയുണ്ട് കലയുടെ മുമ്പിൽ ആരും പൂർണ്ണമല്ല. കല പൂർണ്ണമായിട്ട് ആർക്കും എടുക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. ശ്രീകോവിലിനുള്ളിൽ ഇരിക്കുന്ന വിഗ്രഹത്തിൽ പോലും ചില കുറവുകൾ ഉണ്ടാവും എന്നുള്ള ശില്പിക്ക് അറിയാം, അത് നമുക്കും അറിയാം. അപ്പോൾ എങ്കിലും നമ്മുടെ ഉള്ളിൽ ഒരു കലയോട് താല്പര്യമുണ്ട്. ഈ രേണു സുധി എന്നുള്ള സ്ത്രീയെ ഓടി നടന്ന് കൊല്ലാക്കൊല ചെയ്തു. ചില ആഗ്രഹങ്ങൾ അവർ പറക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ ശ്രമിച്ചതുകൊണ്ട് അവരെ അടിച്ചു തള്ളികളെ ശ്രമിച്ചു. പക്ഷേ അവർ തളർന്നില്ല, പറന്നു നടന്നു. ഇവിടെ ഇപ്പോൾ എനിക്ക് വളരെയധികം ബഹുമാനമുള്ള ഒരു കപ്പിൾ, അദ്ദേഹത്തിൻ്റെ ഈ ഒരു പ്രായത്തിൽ എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കുന്നുണ്ട്. അദ്ദേഹം ഒരു നരയൊക്കെ വന്നതിന് ശേഷം വിവാഹം കഴിച്ചു. നരയുടെ ഈ ആൾ ചുള്ളനാണ്. ക്രിസ് വേണുഗോപാൽ. ആ സാറിനെ കുറിച്ചാണ്. അദ്ദേഹത്തിൻ്റെ വൈഫ് ദിവ്യ ശ്രീധർ ഒരു ഡാൻസ് നടത്തി. ആ ഡാൻസിനെ കണ്ടിട്ട് ഭയങ്കരമായ രീതിയിൽ, വളരെ മോശമായ രീതിയിൽ, യാതൊരു മനുഷ്യത്വ പരിഗണന പോലും കൊടുക്കാതെ കൊല്ലാക്കൊല ചെയ്തു. നിങ്ങൾക്കൊരു കലയോട് താല്പര്യമുണ്ട്, നിങ്ങൾ അത് അഭ്യസിച്ചത് അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്നത് നിങ്ങൾ എവിടെയെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇതുപോലെ ഇതിങ്ങനെയാണോ കാണിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ അഭിനയം കൊള്ളായിരുന്നു, പക്ഷേ ഇതൊക്കെ എന്തോ കാണിക്കുന്നതൊക്കെ പറയുന്നതിനപ്പുറം അവരെ കൊല്ലാക്കൊല ചെയ്യുന്നതാണ് ഒരു കൂട്ടം ആൾക്കാർ. ആ പാട്ട് കേൾക്കുക, പിന്നണി കേൾക്കുന്ന പാട്ട്, എന്നിട്ട് നിങ്ങൾ പറയും ഇത് എന്ത് തരമാണ്. ഇതൊക്കെ ഡാൻസിനെ കുറിച്ച് അറിയുന്ന ആൾക്കാരുണ്ട്, ദയവായി ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. വളരെ ഞാൻ നിങ്ങളെ കമൻറ്റ്സ് പ്രതീക്ഷിക്കുന്നു. ഡാൻസിനെ കുറിച്ച് അറിയുന്നവർ കമൻറ്റ് ചെയ്യണം. ഒരാൾ അവരുടെ കലാ പ്രകടനം നടത്തുന്നത് അത് എന്ത് തരത്തിലും ആയിക്കോട്ടെ, അതിനിങ്ങനെ അപമാനിക്കേണ്ട കാര്യമുണ്ടോ എന്നുള്ളത് ദയവായി ഒന്ന് പറഞ്ഞു തരണം. പലമ്പിരിശെങ്കിൽ രവീന്ദ്ര മാഷിന്റെ പാട്ട്. മലയജ കുങ്കുമ മഹാപ്രസാദം പ്രദക്ഷിണ വഴി അഴകിൻ ഓക്കെ. ഈ രവീന്ദ്ര മാഷിന്റെ ഈ ഒരു പാട്ട് നിങ്ങൾ കേട്ടിട്ടുള്ളവരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. രാഗതരംഗിണിയാണോ ഫെസ്റ്റിവൽ സോങ് ആണോ എന്തായിരുന്നാലും വളരെ ഫേമസ് ആയിട്ടുള്ള കാര്യമാണ്. മാമാങ്കം, ബലകുറി ഉണ്ടാടും, ബലം പിരിശങ്കിൽ, തുളസി തീർത്ഥം, ഇങ്ങനെ ഒരുപാട് പാട്ടുകൾ, അത് വളരെ പ്രഗത്ഭരായിട്ടുള്ള പാട്ടുകളാണ്. ആ ഒരു പാട്ട് പിന്നണിയിലിട്ടിട്ടാണ് ഇദ്ദേഹം ഡാൻസ് കളിക്കുന്നത്. ഈ ഡാൻസ് ഇപ്പം 9 ദിവസത്തിന് മുമ്പ് അരങ്ങേറിയതാണ്. ഇതിനകത്ത് നിങ്ങൾ ഈ ചുവടുകൾ കണ്ടിട്ട് ചിലപ്പോൾ ആധികാരികമായിട്ട് പറയാൻ കഴിയുന്നത് ഡാൻസിനെ കുറിച്ച് അറിയാവുന്നവർക്ക് തന്നെ ആയിരിക്കും. അത് ചിലപ്പോൾ അതിനകത്ത് കുറവുകളും ഉണ്ടാവാം എന്ന് കരുതിയിട്ട് ആ കുറവിന് നമ്മൾ അപമാനിക്കേണ്ട കാര്യമുണ്ടോ എന്നുള്ളതാണ് എനിക്കറിയേണ്ടത്. കമൻറ്റുകൾ നോക്കുക. ശരിക്കും ദയനീയം. ഇതൊക്കെ ഒരു ഉപാസനയാണ്, നശിപ്പിക്കരുത്. നിങ്ങളോട് മാത്രമല്ല, ഇതുപോലെ കോപ്രായം കാണിക്കുന്ന എല്ലാവരോടുമാണ് എന്ന് പറയുന്നു. ഇത്രയും കാലം അഭിനയിച്ചുണ്ടാക്കിയ പേരല്ല ഒറ്റ ഡാൻസ് കൊണ്ടുപോയി. ഇങ്ങനെ അപമാനിക്കരുത്. ഞങ്ങൾ ജീവശ്വാസം പോലെ കൊണ്ടു നടക്കുന്നതാണ് നൃത്തം. ഇവിടെ കലാമണ്ഡലം സത്യഭാമ ടീച്ചർ വിളിക്കും, നമുക്ക് അഭിപ്രായം കേൾക്കാമെന്ന് പറയുന്നു. മോഹിനിയാട്ടത്തെ ഈ ഭൂലോകത്ത് നിന്ന് തന്നെ തുടച്ചു നീക്കാം എന്ന് പ്രാർത്ഥന വല്ലതുമുണ്ടോ? ഇതിൻ്റെ ഡാൻസാണ് മോഹിനിയാട്ടം, വേഷവും കോപ്രായവും. തള്ളയ്ക്ക് എന്തിൻ്റെ കേട് ആലോചിച്ച് നോക്കണം. പഠിച്ചിട്ട് എവിടെയെങ്കിലും കളിച്ച് നോക്കിയിട്ട് അരങ്ങേറ്റം ചെയ്താൽ പോരെ എന്ന് പറയുന്നു. പരിഹസിക്കുകയാണെന്ന് തോന്നരുത്. മോഹിനിയാട്ടം വളരെ മെയ്വഴക്കത്തോട് ചെയ്യേണ്ട ഒരു നൃത്തരൂപമാണ്. ഇതിനകത്ത് ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഏതാണ്ട് കാര്യം മനസ്സിലായി കാണും. അങ്ങേയറ്റം മോശമായ കമൻറ്റുകളാണ്. ദയവായി നിങ്ങളുടെ വാല്യുബിൾ കമൻറ്റ്സ്, ഞാൻ ഇപ്പോഴും പറയുന്നു, ഇതിനെക്കുറിച്ച് അറിയുന്നവർ കമൻറ്റ് ചെയ്യാം. അവർ രണ്ടുപേരും രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. അവിചാരിതമായിട്ടാണ് ഈ ഒരു സംഭവം ഞാൻ കാണുന്നതും ഞാനത് എൻ്റെ ശ്രദ്ധയിലേക്ക് ഇതെത്തുന്നതും. നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ നമ്മൾ നേരിട്ട് പറയാം എന്നുള്ളതാണ് എൻ്റെ ശീലം. പക്ഷേ ഇത് നേരിട്ട് പറഞ്ഞാൽ മനസ്സിലാവാത്ത കുറേ ആൾക്കാരുണ്ട്. അതുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ വരുന്നത്. മലയാളം മനസ്സിലാകാത്ത ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് പറയുക. കാരണം ഞങ്ങൾ പറയുന്ന മലയാളത്തിലുള്ള കാര്യങ്ങളൊന്നും മനസ്സിലാക്കാതെ തോന്നിയതുപോലെ പിന്നെയും ഞങ്ങളെ ഓൺലൈനിൽ ഒരു ലേഡി, അവർ കഷ്ടപ്പെട്ട് രാവിലെ 6 മണിക്ക് എണീറ്റ് ഡാൻസ് കലാമണ്ഡലത്തിൽ പഠിച്ചു, അതിൻ്റെ കഷ്ടമൊന്നും അറിയില്ല. അങ്ങനെയൊന്നും ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. ഞങ്ങൾ രാവിലെ 6 മണിക്ക് മുന്നേ എണീറ്റ് സീരിയൽ വർക്ക് ചെയ്യുന്നത് ഞങ്ങൾ എവിടെയും കരഞ്ഞു പറയുന്നില്ല. അത് ഞങ്ങളുടെ തൊഴിലാണ്, ഞങ്ങൾ അതിനെ റെസ്പെക്ട് ചെയ്യുന്നു. അതിനിങ്ങനെ കളിയാക്കിയിട്ട് ഞങ്ങൾ 6 മണിക്ക് ഞങ്ങൾ എണീറ്റ് ഞങ്ങൾ ചായ കുടിച്ചില്ല. ഞങ്ങൾക്കും പലപ്പോഴും ചായ കുടിക്കാനോ ഡ്രസ്സ് ചെയ്യാനോ ബാത്റൂമിൽ പോയാലും പോലും അങ്ങനെ അവസരമില്ലാത്ത പല സിറ്റുവേഷൻസും ഞങ്ങൾ ഫിലിമിലും സീരിയൽ ഫീൽഡിലൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് വലിയൊരു കാര്യമായിട്ട് പറയുന്നതിന് നിങ്ങളോട് ഞാൻ ആദ്യം പറയാം. അവർ പറഞ്ഞു ഞാനാണ് ഇതിനെല്ലാം കാരണക്കാരൻ, ഈ പ്രശ്നത്തിനെല്ലാം കാരണക്കാരൻ. ഇനി പ്രശ്നം എന്താണെന്ന് അറിയാത്ത ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടി
ഒരു ഡാൻസ് കളിച്ചു. അതാണ് ഇപ്പൊ പ്രശ്നം. അപ്പൊ അതിൽ മോഹിനിയാട്ടത്തിന്റെ ഡ്രസ്സ് ഇട്ടപ്പോൾ മോഹിനിയാട്ടം ICUലായി എന്നാണ് പറയുന്നത്. അതായത് മോഹിനിയാട്ടത്തിന് എന്തോ പ്രശ്നം പറ്റി എന്നാണ് പറയുന്നത്. ഞാൻ അവഹേളിച്ചു, എല്ലാ തെറ്റും എന്റെ മാത്രമാണ്. നാണമില്ലാതെ പല ആൾക്കാർക്കും വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്ത്, കണ്ടോ നിങ്ങൾ കമന്റ് ചെയ്യും, കണ്ടോ നിങ്ങൾ കമന്റ് ചെയ്യും. ഇതാണ് മലയാളിയുടെ ഏറ്റവും വൃത്തികെട്ട സ്വഭാവം. അതായത് ഒരാളെ ചീത്ത വിളിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് ഷെയർ ചെയ്ത് ചീത്ത വിളിപ്പിക്കുക, വേറൊരാളെ കൊണ്ട് ചീത്ത വിളിപ്പിക്കുക, ഗോസിപ്പ് ചെയ്യുക. എനിക്കറിയില്ല ഇത്രയ്ക്ക് നാണം. ഞാൻ ഇദ്ദേഹത്തിന്റെയും ഇവരുടെ കല്യാണം എനിക്ക് നല്ല ഓർമ്മയുണ്ട്. കുറച്ച് നാളിന് മുമ്പ് ഇവരുടെ രണ്ടുപേരുടെയും വീഡിയോ വളരെയധികം ഒരുപാട് ആൾക്കാർ എന്ന് വെച്ചാൽ അതിനകത്ത് ഒരാൾ പോലും മോശമായ കമന്റ്. കാരണം ഇവരുടെ വിവാഹ സമയത്ത് അവരുടെ ആ ഒരു മാരേജ് ഫോട്ടോസൊക്കെ പുറത്തു വന്നു. ആ സമയത്ത് കണ്ട 99% ഒരു മൈക്രോ സെക്കൻഡ് ഉണ്ടാവുമല്ലോ, ഒരു 0.01%. ആ പറയുന്ന ആൾക്കാർ കുറച്ച് പേരെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. ഇവരെ അതിനുശേഷം ഞാനിട്ട 1-2 വീഡിയോസിൻ്റെ അകത്തും പിന്തുടർന്ന് ഇവരങ്ങ് ടാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം, ഇവർ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഉണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലായി. അതായത് ഇദ്ദേഹത്തിൻ്റെയും ഇവരുടെ രണ്ടുപേരുടെയും ജീവിതം എങ്ങനെയെങ്കിലും താറുമാറാകണമെന്നും ഇവരുടെ സന്തോഷ ജീവിതം നശിക്കണമെന്നും ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ ഇവരുടെ പുറകെ തന്നെ സഞ്ചരിക്കുന്നുണ്ട്. അത്തരം ആൾക്കാരെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നു. കാരണം ഞാൻ എവിഡൻ്റ് ആയിട്ട് എൻ്റെ ചാനലിൽ തന്നെ കണ്ട കാര്യമാണ്. കാരണം ഇത്രമാത്രം അവരൊരു ഡാൻസ് കളിച്ചു. ഇപ്പം ഞാൻ നമ്മുടെ കോളേജിൽ പഠിക്കുന്ന സമയത്തും സ്കൂളിൽ പഠിക്കുന്ന സമയത്തും അല്ലാതെ പല സമയങ്ങളിൽ പല സാഹചര്യങ്ങളിലും മത്സരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. തൊണ്ട ഇടറിപ്പാടിയ സമയങ്ങളുണ്ട്, ഫസ്റ്റ് പ്രൈസ് വാങ്ങിയിട്ടുള്ള സംഭവമുണ്ട്, സ്റ്റേറ്റ് ലെവലിൽ മത്സരിച്ച സംഭവങ്ങളുണ്ട്. ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഓരോ പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്ന സമയത്തും ആ ഒരു സിറ്റുവേഷൻ പല രീതിയിലായിരിക്കും. ചിലപ്പോൾ നമുക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റാം, ചിലപ്പോൾ പറ്റാതിരിക്കാം. ഇതൊക്കെ ഡിപ്പെൻസ് ആണ്. ചിത്ര ചേച്ചി പറയുന്ന കേട്ടില്ലേ, ഓരോ സ്റ്റേജിൽ കയറുമ്പോൾ പേടിയാണ്. കാരണം തൊണ്ടയിൽ നിന്ന് ശബ്ദം എങ്ങാനും ഇടറിക്കഴിഞ്ഞാൽ ആൾക്കാർ അവരെല്ലാവരും നമ്മളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യും. അത്രയേ ഉള്ളൂ. ഒരു കല, അവർ ഡാൻസാണ് കളിച്ചത്. അവർ മോഹിനിയാട്ടം എന്ന് പറഞ്ഞിട്ടില്ല. ഇട്ടിരുന്ന പാട്ടും പലമ്പിരി ശങ്കിൽ എന്നുള്ളൊരു ഗാനമാണ്. അത് മോഹിനിയാട്ടത്തിൻ്റെ പാട്ടാണോ എനിക്കറിയത്തില്ല. ഇനി അതിട്ടിട്ട് മോഹിനിയാട്ടം കളിക്കാൻ പറ്റുമോ എന്നുള്ളതും എനിക്കറിയത്തില്ല. അങ്ങനെ ഒരു പാട്ട് അവർക്ക് അറിയാവുന്ന രീതിയിൽ ഡാൻസ് സ്റ്റെപ്പ് വെച്ചതിന് ആണ് ഈ ഒരു ക്രൂര വേട്ടയാടലെങ്കിൽ മോശമല്ലേ? നിങ്ങൾ തന്നെ പറ. ഒരു രീതിയിലും നാണവും മാനവും ഇല്ലാത്ത ആൾക്കാരാണ് ഇതിനെ ഇത് കണ്ടോ ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അവർക്ക് അയച്ചു കൊടുക്കുക, അതാ ഇത് വായിച്ചോ എന്ന് പറഞ്ഞ് അയച്ചു കൊടുക്കുക. നാണമില്ലേ നിങ്ങൾക്ക്? സത്യമായിട്ട് ഞാൻ ചോദിക്കുന്നു, ഇതാണോ നിങ്ങളുടെ മലയാളി സംസ്കാരം? ഇതാണോ നമ്മൾ ഏറ്റവും കൊണ്ടു നടക്കുന്ന മലയാളിയുടെ പ്രബുദ്ധത? മോഹിനിയാട്ടം എന്ന പേരിൽ തന്നെ, മോഹിനിയാട്ടം എന്ന് പറഞ്ഞ് തന്നെ വീഡിയോ ഇട്ടിരിക്കുന്ന കുറേ വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്. അതിനകത്ത് പീഹു പോലത്തെ ബോളിവുഡ് സോങ്സിന് കളിക്കുന്നത്. അപ്പോൾ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് എന്ന് പറയും അത് വളരെ നന്നായിട്ട് കളിച്ചിട്ടുണ്ട്. അപ്പോഴൊന്നും പ്രശ്നമില്ല, അവഹേളനമൊന്നുമില്ല. കാരണം അങ്ങനെ ഒരു വെസ്റ്റേണൈസ്ഡ് ഒരു സോങ്ങിന് മോഹിനിയാട്ടം കളിച്ചാൽ പ്രശ്നമില്ല. യെസ്, അബ്സൊല്യൂട്ട്ലി. എത്രയോ ഹിപ്പ് ഹോപ്പ് ലെവലിലുള്ള ഒരു മോഹിനിയാട്ടം ഡ്രസ് ഇട്ടിട്ടുള്ള സംഭവങ്ങളുണ്ട്. ഈ ഇൻസ്റ്റാഗ്രാം തുറന്ന് ഞാൻ എത്ര സംഭവം കണ്ടിട്ടുണ്ട്, അതിനകത്ത് ലൈക്കും ചെയ്തിട്ടുണ്ട്. വെസ്റ്റേൺ ലെവലിൽ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് പോയിട്ടുള്ള ഇന്ത്യൻ വംശജരാണെന്ന് തോന്നുന്നു, അവർ അവിടെ ഹിപ്പ് ഹോപ്പ് ലെവലിൽ ഈ മോഹിനിയാട്ടത്തിൻ്റെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് എന്ത് നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള ഡാൻസ് കളിക്കുന്നുണ്ട്. അത് വെസ്റ്റേൺ കൂടെ ചേർത്തുകൊണ്ടാണ് ഈ മോഹിനിയാട്ട സ്റ്റെപ്പുകളൊക്കെ വയ്ക്കുന്നത്. അല്ല, അതിനൊന്നും പ്രശ്നമില്ല. മോഹിനിയാട്ടത്തിന്റെ വേഷത്തിൽ സിനിമയുടെ ബാക്ക്ഗ്രൗണ്ടിൽ ബാക്കിൽ വെള്ളത്തിൽ ഇറങ്ങി നിന്ന് ഡാൻസ് കളിച്ചാൽ പ്രശ്നമില്ല. മോഹിനിയാട്ടത്തിന്റെ വേഷത്തിൽ ബാക്കിയുള്ള ആൾക്കാർ അങ്ങനെയൊക്കെ പ്രശ്നം പറഞ്ഞാൽ ഓക്കെ, ലെറ്റ് ദം കട്ട് സപ്പോർട്ട് എന്നൊക്കെ പറയുന്നത് താങ്ക് യു വെരി മച്ച്. അപ്പോൾ ഈ റീൽസ് നിങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ മോഹിനിയാട്ടം എന്ന പേരിൽ എന്തൊക്കെ കോപ്രായം കാണിച്ചാലും പ്രശ്നമില്ല. ഇത് ഞങ്ങളെ വേണം എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഒരു റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട്, അതായത് വളരെ ചീപ്പായിട്ട് 5 രൂപ 10 രൂപയ്ക്ക് വേണ്ടിയിട്ട് ആ ലെവലിലാണ് നിങ്ങൾ ചെയ്യുന്നത്. ഞാൻ ഇഗ്നോർ ചെയ്ത് മിണ്ടാതിരിക്കുകയായിരുന്നു. പക്ഷെ പിന്നെയും ഈ നാണമില്ലാത്ത ചില ആൾക്കാർ അവര് കമന്റ്സിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വേറെ ആൾക്കാർക്ക് അയച്ചു കൊടുക്കുക. അതാ കണ്ടോ, ഈ പറയുന്നത് കണ്ടോ? നാണമില്ലേ നിങ്ങൾക്ക്? സത്യമായിട്ട് ഞാൻ ചോദിക്കാം, നാണമില്ലേ നിങ്ങൾക്ക്? എന്നെ ഇത്രയും ചീത്ത വിളിച്ചിട്ട് ഞാൻ മര്യാദയ്ക്ക് ഞാൻ അവരോട് വിളിച്ച് ചോദിച്ചു, ഞാൻ നിങ്ങളുടെ കുടുംബത്തിന് എന്ത് ദ്രോഹമാണ് ചെയ്തത് എന്ന് ഞാൻ വിളിച്ച് ചോദിച്ചു. ഞാൻ നേരിട്ട് സംസാരിക്കുന്ന ആളാണ്. പക്ഷെ നിങ്ങൾക്ക് നേരിട്ടുള്ള ഭാഷ മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ലൈവിൽ വരുന്നത്. ഈ ലൈവ് ഇനി സ്ക്രീൻഷോട്ട് എടുക്കുകയോ അല്ലെങ്കിൽ വീഡിയോ റെക്കോർഡ് ചെയ്യുകയോ നിങ്ങൾ ആർക്കാണ് അയച്ചു കൊടുക്കാന്ന് പറഞ്ഞാൽ അയച്ചു കൊടുക്കാം. ഞാൻ പിന്നെയും ക്ലിയർ ആക്കാം. ഞങ്ങൾ പലതവണ പറഞ്ഞതുപോലെ കുഞ്ഞുമോള് ഡാൻസ് പഠിച്ചിട്ടില്ല. അല്ലാതെ ഉടനെ മിയയാണോ ഗുരു, ഞാൻ മിയേനെയും ചീത്ത പറഞ്ഞിട്ടില്ല. ഇത് മോഹാട്ടാണ് എന്ന് പറഞ്ഞ് ചീത്ത വിളിക്കുന്ന ആൾക്കാരും. ഈ മിയ കുറച്ച് നാൾ മുമ്പ് മിയ ഡാൻസ് ചെയ്തതിനെ കുറിച്ചും ഭയങ്കരമായിട്ടുള്ള സംഭവം. ഓരോ മനുഷ്യർക്ക് ഓരോ ആഗ്രഹങ്ങളില്ലേ? ഓരോ മനുഷ്യനും ഇന്ന സംഭവങ്ങൾ കാണാൻ താല്പര്യമുണ്ട്. ഞാൻ കണ്ടിട്ടുള്ളൊരു കാര്യമാണ്. അത് ഏത് ഫുട്ബോൾ ക്ലബ്ബെന്ന് എനിക്കറിയത്തില്ല, എങ്കിലും അതിനകത്തൊരു പയ്യനെ, ആ പയ്യൻ ലിവർപൂളാണോ എനിക്കറിയത്തില്ല, പേര് മറന്നു, ആ ഒരു ക്ലബിൻ്റെ അകത്തേക്ക് ഒരു കുട്ടിയെ കൊണ്ട് ഒരു വല്ലാത്ത രോഗമുള്ളൊരു കുട്ടിയാണ്.
അവൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഇവർക്കൊപ്പം ഡാൻസ് അല്ലല്ലോ, ഫുട്ബോൾ കളിക്കണം എന്നുള്ളതാണ്. ആ സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്ന ആ പുള്ളി ജീവനായിട്ട് കാണുന്ന, ഓട്ടിസ്റ്റിക് ആണോ കുട്ടിയെന്ന് എനിക്കറിയത്തില്ല, എനിവേ ആ കുട്ടിയെ ആ സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നു, ആ കുട്ടിയെയും കൊണ്ട് അവരെല്ലാവരും പോകുന്നു. സത്യം പറഞ്ഞാൽ നമ്മൾ കരഞ്ഞു പോകുന്നൊരു മൊമെൻറ്റാണ്. എനിക്ക് ഇപ്പോഴും സ്റ്റിൽ എനിക്കത് ഭയങ്കര ഓർക്കുമ്പോൾ തന്നെ വിഷമം. ഒലിവ് പറഞ്ഞു, ആ കുട്ടിയുടെ പേര് അങ്ങനെ തോന്നും. അപ്പോൾ അവനെ കൊണ്ട് ആ സ്റ്റേഡിയത്തിൽ പോകുന്നു. പക്ഷെ വളരെ ആറ്റിറ്റ്യൂഡ് ഇട്ട് ഹായ് ഓരോ ആൾക്കാരെയും വളരെ എന്താണ് വളരെ അറിയാം, എല്ലാവരെയും കാണുമ്പോൾ തന്നെ ഹായ് എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ ജെന്റിൽമാനായിട്ടാണ് ആ കുട്ടി ബിഹേവ് ചെയ്യുന്നത്. അവർ പുള്ളിക്കാരനെ കൊണ്ട് നടന്നതെല്ലാം ചെയ്യുന്ന ആ അമ്മ ഇരുന്ന് സൈഡിൽ നിന്ന് കരയുന്നുണ്ട്. എന്നിട്ട് ഡാൻസ് എന്നാണ് വീണ്ടും വരുന്നത്. ആ ഫുട്ബോൾ കളിക്കുന്നുണ്ട്. ഒരാൾ ചെയ്യുന്ന ആഗ്രഹത്തിന് നിങ്ങൾ ജീവിക്കുന്നത്, ഞാൻ ജീവിക്കുന്നതൊക്കെ നമ്മുടെ ആഗ്രഹ പൂർത്തീകരണത്തിനല്ലേ. ഒരാൾ മോഹിനിയാട്ടം ഡ്രസ്സ് ഇട്ടുകൊണ്ട് അവരുടെ ആ ഒരു തരത്തിൽ അവർക്ക് പറ്റുന്ന രീതിയിൽ കുറച്ച് സ്റ്റെപ്പ് ഇട്ടപ്പോൾ എവിടെ മോഹിനിയാട്ടം നശിച്ചു? ഈ പറയുന്ന രീതിയിൽ എത്രയോ സിനിമകളിൽ, അതുപോലെ തന്നെ ഈ പറയുന്ന ഹിപ്പ് ഹോപ്പ് ലെവലിലടക്കം ഈ പറയുന്ന മോഹിനിയാട്ടത്തിൻ്റെത് അല്ലെങ്കിൽ കഥകളിയുടേത്, കൂടിയാട്ടം, മറ്റത് മറിച്ചത്, ഇതെല്ലാം എടുത്തിട്ട് അലക്കുന്നുണ്ടല്ലോ. അപ്പോൾ അവരൊക്കെ എന്തെങ്കിലും തരത്തിൽ ഇതുമായിട്ട് കണക്റ്റഡ് ആയിട്ട് തന്നെയാണോ, ആ ഒരു ട്രഡീഷണൽ വേയിലൂടെ ആണോ ചെയ്യുന്നത്? നിങ്ങൾ ആ സ്റ്റെപ്സിനെയൊക്കെ നോക്കി നിങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ അതിനെ എടുക്കുക? ജീവിതം ഒന്നേ ഉള്ളൂ. ആ ജീവിതത്തിൻ്റെ അകത്ത് അന്യരെ ദ്രോഹിക്കാതെ തൻ്റെ ഇഷ്ടങ്ങളിലൂടെ സഞ്ചരിക്കുന്നതിന് എന്താ പ്രശ്നം? അവർ പബ്ലിക്കിൽ ഒരുപാട് ആൾക്കാരുടെ മുമ്പിലാണ് അരങ്ങേറിയത്, അല്ലെങ്കിൽ ആ ഡാൻസ് കളിച്ചത്. അതിനകത്ത് കുറവുകളുണ്ടാവാം, കുറ്റങ്ങളുണ്ടാവാം. എത്രയോ സ്റ്റേജുകളിൽ ഗായകർ പാട്ട് പാടുന്നു ഇടറുന്നു, എത്രയോ മഹാഗായകർ പാട്ട് പാടുന്നു ഇടറുന്നു. ഈ സമയങ്ങളെല്ലാം അവിടെ ആൾക്കാരുണ്ട്. ആ സമയങ്ങളിൽ അതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്നവർക്കറിയാം അത് മാനുഷികമാണ് എന്ന് അവർക്ക് മനസ്സിലാവും, കലാസ്വാദകർക്ക് മനസ്സിലാവും. പക്ഷെ ഞാനാണ് കലയുടെ കുലപതി, ഞാൻ അങ്ങ് എല്ലാം തികഞ്ഞവനാണെന്നൊക്കെ ചിന്തിക്കുന്ന അഹങ്കാരികൾക്ക് അത് ബോധ്യപ്പെടുമെന്ന് എനിക്ക് വിശ്വാസമില്ല. സോ നിങ്ങൾ പറയൂ. എല്ലാ തെറ്റും എൻ്റെ മാത്രമാണ്. ഞാൻ ആ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നു. ഇനി നിങ്ങൾക്ക് ചീത്ത വിളിക്കണമെന്നുണ്ടെങ്കിൽ എന്നെ നേരിട്ട് വിളിക്കാം. കഷ്ടമാണ്. എൻ്റെ നമ്പർ നിങ്ങൾക്ക് അയച്ചു തരാം. നിങ്ങൾക്ക് നേരിട്ട് എന്നോട് സംസാരിക്കാം. ഞാൻ പറയുന്ന കാര്യങ്ങൾ പൂർണ്ണ ബോധ്യത്തോടു കൂടി. മറ്റേ ദിവ്യയ്ക്ക് വലിയ വിവരമൊന്നുമില്ല, പക്ഷെ കൂടെ നടക്കുന്നില്ല, അവനാണ് പ്രശ്നം എന്ന് ലൈവിൽ വന്ന് പറയാൻ നിങ്ങൾക്ക് റീച്ചിന് വേണ്ടി ഇത്രയ്ക്ക് നിങ്ങൾ ചീപ്പാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. നിങ്ങളെല്ലാം കല പഠിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം മനസ്സിലാക്കണം, കലയ്ക്ക് ആദ്യം മനസ്സിനകത്ത് കറയുണ്ടാവരുത്. ഈ കറയുള്ള ആൾക്കാർക്ക് ഒരിക്കലും കലാകാരനാവാൻ പറ്റില്ല. നിങ്ങൾ എത്ര വർഷം നിങ്ങൾ 6 മണി തൊട്ട് രാത്രി 12 മണി വരെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്താലും മനസ്സിനകത്ത് കറയുള്ള ഒരാൾക്ക് കലാകാരനാവാൻ പറ്റില്ല. യെസ്, അബ്സല്യൂട്ട്ലി റൈറ്റ് സാർ. അത് പുള്ളി നല്ല വേദനയോടുകൂടിയാണ് സംസാരിക്കുന്നത്. സാർ പാടിയ പാട്ടിന് ചുവട് വെച്ചത് ഇവർ ഒന്നിലും മോഹിനിയാട്ടമാണ് കളിക്കുന്നത് പറഞ്ഞില്ല. എത്ര പറഞ്ഞാലും ജനങ്ങൾക്ക് മനസ്സിലാകും. എന്ത് ചെയ്യണം? നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ചുരുക്കം ചിലരേ ഉള്ളൂ ഇങ്ങനെ പറയുന്നവർ. പറയുന്ന ആളുകൾ പറയട്ടെ ചേട്ടാ, അവരുടെ വീട്ടിലുള്ളവർക്ക് ഒരുപാട് നെറുകേടുള്ള മനസ്സിലാക്കാത്തവരാണ്. ഇങ്ങനെ പോലും പ്രതികരിക്കരുത് ചേട്ടാ, ഈ കുശുമ്പാണ് എല്ലാത്തിനും. സത്യം പറഞ്ഞാൽ സാറൊന്നും പ്രതികരിക്കരുത്. സാറിനെ പോലുള്ള ഒരു മനുഷ്യൻ ഇവർക്ക് ഈ മറുപടി കൊടുക്കാൻ നിൽക്കുന്നത് തന്നെ വളരെയധികം ഫൂളിഷ്നെസ് ആണ്. ഫൂളിഷ്നെസ് മീൻസ് ഞാൻ താങ്കളെ വില കുറച്ച് ഒരിക്കലും ഞാൻ കാണുന്ന ആളെല്ലാം താങ്കൾക്ക് നേരിട്ടറിയാം. പക്ഷേ ഇവരത് അർഹിക്കുന്നില്ല. അതാണ് ഞാൻ അത് ഉദ്ദേശിച്ചത്. ഓരോ കലയും പഠിക്കുന്നതിന് അരങ്ങേറുന്നതിന് സമയമുണ്ട്. ഇത് വെറും അസംബന്ധമായി പോയി എത്ര പേര് സപ്പോർട്ട് ചെയ്താലും ന്യായമാകില്ല പോലും. അടിപൊളി. മലയാളികൾക്ക് പാര എന്ന് ആണ് എവിടെയും. സാർ ചോദിച്ചില്ല എന്തുകൊണ്ടാണ് എന്ന് എനിക്ക് തോന്നുന്നത് ജലസി. സാർ കുശുമ്പും അസൂയയ്ക്ക് മരുന്നില്ലല്ലോ സാർ, എന്തിനാ ഇറിറ്റേറ്റ് ആകുന്നത്? അവർ സ്ട്രേ ഡോഗ്സ് കുറയ്ക്കട്ടെ. അത് ഈ വിൻസെന്റ് ചർച്ചിൽ പറഞ്ഞാണ്, ബാർക്കിംഗ് ഡോഗ്സ് അവർ കുറച്ചുകൊണ്ടിരിക്കട്ടെ, നമ്മൾ അതിനെക്കുറിച്ച് ബോധർ ചെയ്യേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞു. ഞാൻ ആ കപ്പിൾ അവർ ഒന്നായത് മുതൽ കുറേ സ്ഥലങ്ങളിൽ ചില ആൾക്കാർക്ക് അസ്വസ്ഥത തുടങ്ങിയിട്ടുണ്ട്. ഇവരുടെ ജീവിതം എങ്ങനെയെങ്കിലും നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണേ. നിങ്ങൾ ജീവിതത്തിൻ്റെ അകത്ത് ഒരു കുത്തഴിഞ്ഞ ജീവിതം, ഒന്നും എങ്ങും എത്താത്ത രീതിയിൽ വളരെയധികം ഒന്നുമല്ല, നിങ്ങളെ കൊണ്ട് ഒന്നിനും കഴിയത്തില്ല എന്നൊരു സമൂഹം കാൽക്കുലേറ്റ് ചെയ്ത് നിങ്ങൾ നടക്കുന്നു. വളരെ മോശമായ രീതിയിൽ നിങ്ങളുടെ ജീവിതം പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ആർക്കും ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. നിങ്ങളൊന്ന് ജീവിതത്തിൽ ഒന്ന് പച്ച പിടിച്ച് നിങ്ങളൊന്ന് ജീവിതത്തിന് നല്ല രീതിയിലാവുന്ന സമയം മുതൽ ഈ പറയുന്ന അതുവരെ മിണ്ടാതിരുന്ന ആൾക്കാരെല്ലാം പെട്ടെന്ന് നിങ്ങളുടെ ശത്രുക്കളാവും. അവരുടെ പിന്നെ ഒരേ ഒരു പ്രാർത്ഥന നിങ്ങളുടെ വീഴ്ച മാത്രമായിരിക്കും. നിങ്ങൾ വീഴണം. നിങ്ങളുടെ കലാമേഖലയാണെങ്കിൽ കലയിൽ നിന്ന് വീഴണം. നിങ്ങളുടെ നല്ല ദാമ്പത്യമാണെങ്കിൽ ദാമ്പത്യത്തിൽ നിന്ന് വീഴണം. നിങ്ങൾ വേറെ എന്തെങ്കിലും ഉയർച്ചയിലേക്ക് പോകണമെങ്കിൽ അവിടെ നിന്ന് വീഴണം. നിങ്ങളുടെ വീഴ്ച മാത്രമായിരിക്കും നിങ്ങളുടെ മുമ്പിൽ നിന്ന് ചിരിച്ചുകൊണ്ട് ഇങ്ങനെ സംസാരിക്കുന്ന ആൾക്കാരുടെ ലക്ഷ്യം. അതുകൊണ്ട് ഈ വീഴ്ചകൾക്ക് മുമ്പിലൊന്നും പതറാതെ മുന്നോട്ട് പോകുക എന്നുള്ള കാര്യമാണ് നിങ്ങളുടെയും എൻ്റെയും ഈ ഭൂമിയിലേക്ക് സർവൈവ് ചെയ്യേണ്ട ഓരോ മനുഷ്യജീവിയുടെയും മുന്നോട്ട് പോക്കിൻ്റെ ആവശ്യമുള്ള കാര്യം. അതുകൊണ്ട് തന്നെ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്, ചാൾസ് ഡാർവിൻ പറഞ്ഞൊരു കാര്യം, ഇത്തരം കൂപമണ്ഡൂകങ്ങൾ കിടന്ന് കുരയ്ക്കുമ്പോൾ അവർക്ക് മറുപടി കൊടുക്കാതിരിക്കുക എന്നുള്ള കാര്യമാണ് ഞാൻ കൊടുക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെയും ആ ഒരു കപ്പിളിനോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് ദയവായി പറയുക. മാന്യമായ രീതിയിൽ നിങ്ങളുടെ കമൻറ്റുകൾ പ്രതീക്ഷിക്കും. നിങ്ങൾക്കൊരു കലയോട് താല്പര്യമുണ്ട്, അതിൽ നിങ്ങൾ പൂർണ്ണമായും അതിനകത്ത് എല്ലാം പഠിച്ചിട്ട് അറിയാൻ പറ്റുന്നത് ആരെ കൊണ്ട് പറ്റും? ആരെക്കൊണ്ടെങ്കിലും പറ്റുമോ? ആർക്കെങ്കിലും പറ്റുമോ?
ഈ രാഗങ്ങളെല്ലാം പഠിച്ചിട്ട് ഒരാൾക്ക് സംഗീത കച്ചേരി നടത്താൻ പറ്റും, എല്ലാ രാഗങ്ങളും മനസ്സിലാക്കിയിട്ട് പറ്റും? ഒന്നുമില്ല. അതൊക്കെ പഠിച്ചുകൊണ്ടേ ഇരിക്കേണ്ട കാര്യമാണ്. അത് പഠിച്ചാലും തീരാത്തതാണ്, എത്ര ജന്മം എടുത്താലും തീരത്തില്ല. അതുകൊണ്ട് ഡാൻസും അതുപോലെയൊക്കെ തന്നെയാണ്. സോ ഗൈസ്, നിങ്ങളുടെ അഭിപ്രായം എന്താ? അടുത്ത വീഡിയോ കാണാം ഗൈസ്. ബൈ.